ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെസ്സോ ഫാമിലി. ഞങ്ങൾ ഇരുന്നപ്പോൾ തോന്നലുണ്ടായി ഈ ചാള മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറി വെക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ചാളയുടെ തല മുറിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വറക്കും, ഇത് വറക്കും. ഇത് വറക്കാൻ വെച്ചിട്ടുണ്ട്, കൂട്ടാൻ വയ്ക്കുക. എങ്ങനെയാ നമുക്ക് കറി വെക്കണം? വറ്റിച്ച് വെക്കില്ല, വറ്റിച്ച് വെക്കണ്ട, ചാറ് കറി വെക്കണ്ട. നാളെ ചാറ് കറി മതിയാ? ഓക്കെ, അപ്പോൾ ചാറ് കറി വെച്ചതാണ്. അപ്പോൾ മീൻ നന്നാക്കിയിട്ട് ഞാൻ കറി വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 7:30 രാത്രി മീൻ മേടിച്ചു വന്നത്. രാത്രി 7:30. അപ്പോൾ അതിട്ട് എനിക്ക് ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് പോലെ ചുവന്നുള്ളി, സബോള, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടോ. ഇതൊക്കെ അരിയാനായിട്ട് പാത്രങ്ങൾ എടുക്കുന്നതാണ്. നമ്മൾ കടന്നു പോവുകയാണ്. ഇതേ നമ്മള് ചോറ്, രാവിലത്തെ ചോറ് ഇപ്പൊ തിളപ്പിച്ച് കൂട്ടാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. മീൻ വറുക്കാനുള്ളത്, വെക്കാനുള്ളത് ചെറിയൊരു പല്ലിനെ കിട്ടിയിട്ടുണ്ട്. പല്ലിന് ചെറിയ ഒരെണ്ണം. ഹലോ ഗൈസ്, നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടോ എനിക്ക് നന്നാക്കി അറിയിട്ടാണ്. ഈ കത്തിയാണ്ട, ഇത് ബലമില്ലാത്ത കത്തിയ കാരണം ഇത് ഇങ്ങനെ പോയിരിക്കാം. പിന്നെ പകുതി കൂടി എടുക്കാം. അയ്യോ, പകുതി എടുക്കാൻ പറയുമ്പോൾ നോക്ക് ഇങ്ങനെ വരുന്നു. അമ്മ ഇന്ന് ചാറ് കറി വേണ്ടമ്മ, ഇന്ന് മീൻ വറ്റിച്ച ചാന്തി വല്ല മരിയേ. മീൻ വറുക്കാനുള്ളത്, വെക്കാനുള്ളത്. ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഓക്കെ, കഴുകട്ടെ. നാളികേര പാലില് നമ്മുടെ മാവിന്ന് മാങ്ങ പൊട്ടിച്ചിട്ട് മാങ്ങിട്ടിട്ട് വെക്കാം. നാളികേരം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, സബോള ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മീൻ കഴുകണം. നന്നായി കഴുകട്ടമ്മ. ഇതേ കഴുകി നമ്മൾ വാരാൻ വെക്കുകയാണ് മീൻ. വാരല്ല, അപ്പുറത്ത് എടുത്തില്ല. എന്നിട്ട് വീണ്ടും കഴുകുക. എന്നിട്ട് ചോരയൊക്കെ പോകണ്ടേ. ഇത് മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു. നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് കൂടിപ്പോയി ഗൈസ്. ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു. ശേഷം നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. പല്ലി നമുക്ക് വേറെ ഇടാട്ടോ, അല്ലെങ്കിൽ ഇതിലിട്ട് ഇളക്കി കഴിഞ്ഞാലേ എന്താ പറയുക, ഇതിൽ മുളക് പിടിക്കില്ല. മല്ലിപ്പൊടി നമ്മൾ വറ്റിച്ച് വയ്ക്കണ കാരണം ഇത്തിരി തോന്നിയിരുന്നു. പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ട് നമ്മൾ ഒരു തിരുമ്പല ഉപ്പ് ഇടണം. പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കൂട്ടി തിരുമ്പൂട്ടാ. ഉപ്പിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഇങ്ങനെ കൂട്ടി തിരുമ്പും. തുള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കേട്ടോ. ആകെ തരി മീനുള്ളൂ, രാത്രിക്ക് മാത്രം ആയതുകൊണ്ട് നമ്മളിതിലേക്ക് മീനിട്ടു. ഇനി മീനിട്ട് ഇളക്കി വെക്കുകയാണ്. ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. എന്നിട്ടാണ് കറി വെക്കാം, വറ്റിച്ച് വെക്കാം. ഞാൻ പാട്ട് പാടി കേട്ടോ. ഈ പാട്ട് പാടിന്റെ ഒരു എൻക്ലോജ്മെന്റ്സ് ആണ്. ഇതിലേക്ക് കുറച്ച് പുളി ഇടാട്ടോ. പുളി കുതിരാൻ വെക്കണ്ടേ. അപ്പോൾ കുറച്ച് പുളി, കുറച്ചെടുത്തിട്ട് കൂടുതൽ ഇടാൻ വേണം. ഇത്രയും പുളി മതി. ഇത്രയും പുളി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുക. വെള്ളം ഒഴിച്ച് വെക്കാം. ഇതൊന്നും എടുക്കണ്ട കേട്ടോ. മീൻ വറുക്കാൻ പോവാണ്. അപ്പോൾ മീൻ വറുക്കാണ്ടത് സ്റ്റവ് കത്തിച്ചു, പാത്രം വെച്ചു. ഇനി നമുക്ക് ഫ്രിഡ്ജിലാണ് ഞാൻ മീൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. 5 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമ്മൾ വറുക്കാൻ പോവാണ്.
വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോന്നോരോന്ന് ഇതിലേക്ക് വെക്കുകയാണ്. ഇവിടെ മീൻ വറുത്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ടേസ്റ്റ് നോക്കൊരു പൊതിയുണ്ട് ഇവിടെ. പൂച്ച, ഞങ്ങളുടെ കറുമ്പിപ്പൂച്ച ഇതായിരിക്കണം ബാക്കിൽ. ഇതാണ് ഞങ്ങളുടെ പൂച്ച. ഷുഗർ, പ്രഷർ എല്ലാ വക സാധനങ്ങളും ഉണ്ട്. എന്നാലും പൂച്ച മീൻ കട്ടിന്ന് നിർത്തില്ല. ഇപ്പം തിന്നാനാണ് ഇവിടെ നിൽക്കണത്. ഓക്കെ, വറക്കട്ടെ കേട്ടോ. നമ്മളിത് പുളി കുതിരാട്ടണതില്ലേ, അത് പിഴിഞ്ഞിട്ട് നമ്മൾ ഈ മീനിക്ക് ഒഴിക്കണം കേട്ടോ. പുളി അപ്പോൾ കുളിക്കാൻ പോകട്ടാ. കുളിക്കാൻ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളോ. തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ. നമ്മളിത് മീൻ മറച്ചിടുക കേട്ടോ. ഇത് മീൻ മറച്ചിട്ടു. മറ്റേ മീൻ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കണം. എനിക്ക് കഴിക്കാൻ ഓട്സ്, റാഗിപ്പൊടി, ഗോതമ്പ് പൊടി എന്നീ വേണ്ട സാമഗ്രികളെല്ലാം ഇട്ടിട്ടത് മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കും. അവർക്ക് ചോറുണ്ട്, പരിപ്പ് കറി ഉണ്ട്, മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്. മീൻ റെഡി ആയിട്ടുണ്ട്, മീൻ വറവ് ശരിയായിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. എനിക്ക് ദോശയാണ് കേട്ടോ. നമ്മുടെ മീൻ കറിക്കുള്ള ചുവന്നുള്ളിയും വേപ്പിലയും മൂപ്പിക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ വെച്ചു. നമുക്ക് നന്നായി വഴട്ടണം. എന്നിട്ട് നമുക്ക് മീൻ കറിക്ക് ഒഴിക്കണം കേട്ടോ. ഇത് ആയിട്ടാ മൂത്തു ചുവന്ന് വന്നു. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചോറ്, മീൻ വറുത്തത്, മീൻ കഷണം, ചാറ്, ഉണ്ടാക്കിയ പരിപ്പ് കറി. ഫുഡ് കഴിക്കാനുള്ള നമ്മൾ മീൻ കഷ്ണം എടുത്തു, തിരിച്ചാറ് ഒഴിച്ചു. നമ്മുടെ പരിപ്പ് കൂട്ടാൻ ഇതിലിട്ടതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് വറുത്തതിൻ്റെ പീസുകൾ വെച്ചിട്ട് ഞാൻ കഴിച്ചു. സൂപ്പർ ആയിട്ട്. ഇത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് അടിക്കണം.